അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, 10ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിലെ യുവജന സമ്മേളനത്തിൽ മതം, രാഷ്ട്രം, സമൂഹം എന്ന വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, വളരെ വിശദമായി സംവദിക്കുകയും ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം, നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളിൽ കടന്നു വരേണ്ട ഒരു വിഷയം. പ്രത്യേകിച്ചും പുതുതലമുറയിൽ മതമെന്ന് കേൾക്കുമ്പോൾ അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു സന്ദർഭം. മതമില്ലാത്ത ജീവിതത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുകയും മതമനുസരിച്ചുകൊണ്ടുള്ള ജീവിതം പ്രയാസകരമായി തോന്നുകയും ചെയ്യുന്ന ഒരു സന്ദർഭം. നമുക്കറിയാം, മതവിശ്വാസികളോ മതങ്ങളോ ഇല്ലാത്ത രാജ്യങ്ങളിലാണ് മനുഷ്യർ സ്വസ്ഥമായി സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നത് എന്ന തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആളുകൾ എണ്ണിപ്പറയുന്ന രാജ്യങ്ങളോ ഭൂരിപക്ഷവും 70% മുകളിൽ മതവിശ്വാസികൾ ജീവിക്കുന്ന രാജ്യങ്ങളെയാണ്. ഇങ്ങനെ യുവതലമുറയിൽ മതത്തെക്കുറിച്ചും മതനിരാസത്തെക്കുറിച്ചും മതനിഷേധത്തെക്കുറിച്ചും നിഷേധത്തെക്കുറിച്ചുമൊക്കെയുള്ള പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മതത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതം എന്നത് മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്ന, എല്ലാവിധത്തിലും മനുഷ്യൻ്റെ പുരോഗതിക്ക് തടസ്സമാകുന്ന ഒരു ഘടകമാണ് എന്ന ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും മനുഷ്യൻ്റെ ബുദ്ധിയും വിവേകവുമുള്ള ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് കൃത്യമായ ഒരു വ്യവസ്ഥയും പ്ലാനും അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമാണ്. നമ്മൾ നോക്കൂ, ഇവിടെ ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമ്മേളനത്തിന് കൃത്യമായ പ്ലാനിങ്ങും അതുപോലെ തന്നെ വ്യവസ്ഥയുമുണ്ട്. വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമൊരുക്കാൻ, ഭക്ഷണം നൽകാൻ, അതുപോലെ തന്നെ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ കൃത്യമായ വ്യവസ്ഥകളോടുകൂടിയാണ് എല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിർവഹിക്കുന്നില്ല എങ്കിൽ വരുന്ന ആളുകൾക്ക് സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കാതെ വരും. എല്ലാവർക്കും ഭക്ഷണം കിട്ടാതെ വരും, സമയത്ത് ഭക്ഷണം ലഭിക്കാതെ വരും, വാഹനങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ പ്രയാസകരമായ അവസ്ഥയുണ്ടാകും. ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിലും മതമില്ലാത്ത, വ്യവസ്ഥകളില്ലാത്ത, അതുപോലെ തന്നെ അതിർവരമ്പുകളില്ലാത്ത, നിയമങ്ങളും നിർദ്ദേശങ്ങളുമില്ലാത്ത കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു എന്നത് മനുഷ്യൻ്റെ ജീവിതത്തെ ദുസ്സഹമാക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് പോലെയാണ് ഇന്നത്തെ നമ്മുടെ യുവസമൂഹം മതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മതത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, മതത്തെക്കുറിച്ച് പറയുമ്പോൾ അറപ്പും വെറുപ്പും നീരസവും തോന്നുന്ന ചെറുപ്പക്കാർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മതം എന്ത് നന്മയാണ് മനുഷ്യ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. യുദ്ധവും കലാപങ്ങളുമല്ലാതെ എന്ത് നന്മയാണ് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, മതത്തിൻ്റെ പേരിലുള്ള സംഘട്ടനങ്ങളിൽ, രാജ്യാതിർത്തികൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിൽ, അതുപോലെയുള്ള ആഭ്യന്തര കലാപങ്ങളുടെ പേരിലൊക്കെയുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാം ഈ ലോകത്ത് എന്ത് നൽകി എന്ന് ചോദിക്കുന്ന ആളുകളോടുള്ള 2-3 ഉത്തരങ്ങളുണ്ട്. ഒന്ന്, ചൂഷണരഹിതമായ വിശ്വാസം ഇസ്ലാം വിഭാവനം ചെയ്യുന്നു എന്നതാണ്. നിങ്ങളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ആ ഏകനായ സൃഷ്ടാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന ഒരു തൗഹീദിൻ്റെ സന്ദേശം ഇസ്ലാം പ്രഖ്യാപിക്കുന്നതിലൂടെ
ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, ചൂഷണങ്ങളില്ലാത്ത, ആർക്കും യാതൊരു വിധത്തിലും ചൂഷണത്തിൻ്റെ ഉപാധികളായി സ്വീകരിക്കാൻ കഴിയാത്ത മഹിതമായൊരു വിശ്വാസത്തെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ സമൂഹം വലിയ തിന്മകളായി കാണുന്ന കൊലപാതകം, വ്യഭിചാരം, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, അതുപോലെ പലിശ, ചൂതാട്ടം, സാമ്പത്തികമായ ക്രമക്കേടുകൾ, ഇതൊക്കെ തന്നെയും വലിയ പാപങ്ങളായി, കൊടിയ തിന്മകളായി ഇസ്ലാം പഠിപ്പിച്ചു എന്നത് ഈ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ഭദ്രതയ്ക്ക് വേണ്ടി, സമാധാനപൂർണമായ ജീവിതത്തിന് വേണ്ടി ഇസ്ലാം നൽകിയിട്ടുള്ള സംഭാവനയാണ്, ഇസ്ലാമിൻ്റെ തെളിമയായ ആശയങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞ ഈ വിഷയം മതം, രാഷ്ട്രം, സമൂഹം, ഇതിനെ ഒന്നിച്ചു വെച്ചുകൊണ്ട് മതരാഷ്ട്ര സമൂഹം എന്ന ഒരു തത്വത്തിലേക്ക് ഇസ്ലാം ഒരു സമൂഹത്തെ, പ്രത്യേകിച്ചും ജനാധിപത്യ മതേതരത്വ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ മുന്നോട്ട് വെക്കാവുന്ന അനുഗുണമായ ഒരു സന്ദേശമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മതേതരത്വത്തിൻ്റെ പേരിൽ നിലകൊള്ളുകയും അതൊരു പാരമ്പര്യമായി, പൈതൃകമായി ഊറ്റംകൊള്ളുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് ഒരു മതരാഷ്ട്രമായി അതിനെ പ്രഖ്യാപിക്കാനോ അതിനെ രൂപീകരിക്കുവാനോ ഉള്ള പ്രവർത്തനങ്ങളെ തടയിടാനും അതിനെതിരെ പ്രതിരോധിക്കാനും ശബ്ദമുയർത്തുവാനും നമ്മുടെ സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ചും യുവാക്കളുടെ, യുവസമൂഹത്തിൻ്റെ പ്രതിധ്വനികൾ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ സുരക്ഷിതമായ, സമാധാനപൂർണമായ ഒരു സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പിന് നമ്മൾ ഒരുമിച്ചിറങ്ങേണ്ടതുണ്ട്. പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, പരസ്പരമുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം മറന്നൊന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇനി നമ്മിലൊരാളിൻ്റെ നിദ്രയ്ക്കു മറ്റൊരാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നീടണം എന്ന രൂപത്തിലേക്കുള്ള പരസ്പരമുള്ള ബഹുമാനവും വിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ട് അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ നന്മയിൽ, സത്യത്തിൽ, ധാർമ്മികതയിൽ, സദാചാരബോധത്തിൽ, അതുപോലെ രാഷ്ട്രീയ ബോധത്തിൽ സക്രിയമായി നിലനിർത്തുവാൻ യുവസമൂഹം ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളതും ഞാൻ പറയാതെ പോയതുമായ കാര്യങ്ങൾ വരുന്ന പ്രഭാഷകർ കൂട്ടിച്ചേർക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.